നമ്മൾ പോഷൻ ട്രാക്കറിൽ പുതിയ വേർഷൻ 22 വന്നതിന് ശേഷം നമുക്ക് വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തുമ്പോൾ ഡാഷ്ബോർഡിനകത്ത് റിഫ്ലക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ പ്രശ്നം നിലവിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയ ഉടനെ നിങ്ങളുടെ ഡാഷ്ബോർഡ് ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് 18/12 തന്നെയാണ്, അതവിടെ കാണുന്നുണ്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഗ്രോത്ത് മോണിറ്ററിങ് കാണാൻ സാധിക്കും. അതിൽ വളർച്ച നിരീക്ഷണം രേഖപ്പെടുത്തിയത് 6 കുട്ടികളുടെ എന്നുള്ളത് വ്യക്തമാണ്. 20 എണ്ണം പെൻഡിങ് ഉണ്ട്. നേരത്തെ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കാതിരുന്നത്. ജസ്റ്റ് വ്യൂ കൊടുത്ത് നോക്കുക. കംപ്ലീറ്റഡ് എന്ന് കാണുന്ന കുട്ടികളുടെ ലിസ്റ്റ് കാണാം. പെൻഡിങ് അതുപോലെ 20 കുട്ടികളുടെ പെൻഡിങ് ഉണ്ട്. നമുക്ക് ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെ വളർച്ചാ നിരീക്ഷണം നമുക്ക് രേഖപ്പെടുത്താം. അതിന് ആ കുട്ടിയുടെ പേരിൽ നേരെ കാണുന്ന മെഷർ എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രീവിയസ് റീഡിംഗ് നോക്കുക. ഒക്ടോബർ മാസത്തിലാണ് ഈ കുട്ടിയെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നവംബറിൽ രേഖപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് അവിടെ നവംബർ അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായി ആ കുട്ടിയുടെ ഒരു മാസത്തെ വളർച്ചാ നിരീക്ഷണത്തിൻ്റെ റിപ്പോർട്ട് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇന്നത്തെ ഡേറ്റിലാണ് ഈ പേജ് ഓപ്പണായി വരിക. ഇത് നാളെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ 19 ആയിരിക്കും ഡേറ്റ്. അപ്പോൾ ഇന്ന് വളർച്ചാ നിരീക്ഷണം നടത്തിയത് നിങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ കൃത്യമായി ഇവിടെ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്തി പ്രൊസീഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം നിങ്ങൾക്ക് ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം രേഖപ്പെടുത്തിയെന്ന് താഴെ കാണാൻ കഴിയും. അതിനുശേഷം ഒരിക്കലും തന്നെ അത് എഡിറ്റ് ചെയ്യാനും അതിൽ മാറ്റം വരുത്താനും ഈ മാസം നിങ്ങൾക്ക് കഴിയില്ല. ഇനി അടുത്ത മാസം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പറഞ്ഞ കാര്യം കൃത്യമാണെന്ന് മനസ്സിലാക്കുന്നു. അതായത് പുതിയ വേർഷനിൽ ഗ്രോത്ത് മോണിറ്ററിങ്ങിൽ വന്നിട്ടുള്ള മാറ്റപ്രകാരം ഒരു മാസത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അത് നാളെ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ നമുക്കതിന് കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലാണ് പുതിയ മാറ്റം. അപ്പോൾ ഈ പ്രശ്നമാണ് നമുക്ക് പുതിയ അപ്ഡേഷന് ശേഷം ക്ലിയറായി വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായി ഓരോ ഗുണഭോക്താക്കളുടെയും പ്രൊഫൈലിൽ ചെന്ന് ഗ്രോത്ത് മോണിറ്ററിങ് രേഖപ്പെടുത്തേണ്ടതില്ല. ഡയറക്റ്റ്ലി ആക്സസ് ശരിയായിട്ടുണ്ട്. ഗ്രോത്ത് മോണിറ്ററിങ് ചെയ്യുന്നതിന് ഇത് പ്രകാരം തന്നെ ഡാഷ്ബോർഡിനകത്ത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കയറി ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും രേഖപ്പെടുത്താം. താങ്ക് യു.